ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പലരും വർഗീയ പരാമർശങ്ങൾ നടത്തിയിരുന്നു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ചിലർ രംഗത്തെത്തിയിരുന്നു. അവർക്കെതിരെയൊക്കെ പല രീതിയിലുള്ള നടപടികൾ അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുമൊക്കെയായി എടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. ഇപ്പോഴിതാ ബംഗാളിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശർമിഷ്ഠ പനോളി അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് ചർച്ചകളാണ് നടക്കുന്നത്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ജയസൂര്യൻ സാർ, ശർമിഷ്ഠ പനോളി മാത്രമല്ല ബംഗാളിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്, പലരും നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം മമതാ ബാനർജി സർക്കാർ ശർമിഷ്ഠ പനോളിയെ മാത്രം ലക്ഷ്യം വെച്ചത്? എന്തുകൊണ്ടായിരിക്കാം അവരെ മാത്രം അറസ്റ്റ് ചെയ്തത്? എന്താണ് ഇത്തരം ഒരു ഇരട്ടത്താപ്പ് നിലപാടിന് പിന്നിൽ? വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളുടെ ഒരു വലിയ തലസ്ഥാനം തന്നെയാണ്. അവിടെ മമതാ ബാനർജി കൈക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് തീവ്രവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് സ്വന്തമാക്കുക എന്നുള്ള ഇത് പശ്ചിമ ബംഗാളിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. CPIM കഴിഞ്ഞ 35 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ശക്തമായ രീതിയിൽ ഈ മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിക്കാനും അവരുടെ വോട്ട് ബാങ്കുകൾ സ്വന്തമാക്കി അധികാരത്തിൽ 35 വർഷം തുടരാനും അവർ ആ മാർഗം ഉപയോഗിച്ച് വിജയിപ്പിച്ചതാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വരുന്ന തീവ്രവാദി മുസ്ലിങ്ങളെ കൽക്കട്ടയിലും സമീപ പ്രദേശങ്ങളിലും താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും നൽകി ആ റേഷൻ കാർഡും വോട്ടർ ഐഡന്റിറ്റി കാർഡും CPIMന്റെ ഓഫീസിൽ പിടിച്ചു വെച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇത് കൊടുക്കുന്ന ഒരു രീതി പശ്ചിമ ബംഗാളിൽ പരക്കെ ഉണ്ടായിരുന്നു. ഇതൊരു കുറ്റമോ തെറ്റോ ഒന്നും ആയിട്ട് ആർക്കും തോന്നിയിരുന്നില്ല, ആരും പറഞ്ഞിരുന്നില്ല. അത് അവിടുത്തെ നാട്ടു നടപ്പാണ്. കാരണം CPM ഭരിക്കുകയാണ് 35 വർഷം. അങ്ങനെ വന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന തീവ്രവാദി മുസ്ലിങ്ങൾ CPMന്റെ വോട്ട് ബാങ്കായി മാറി. ആ CPMനെ അട്ടിമറിച്ചുകൊണ്ട് മമതാ ബാനർജി അധികാരത്തിൽ വന്നപ്പോഴും ഈ തീവ്രവാദി മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് മമതാ ബാനർജി നിലനിർത്തുകയാണ് ഉണ്ടായത്. CPMന്റെ അതേ വോട്ട് ബാങ്ക് മമതാ ബാനർജിയുടെ കയ്യിലേക്ക് മാറി എന്ന് മാത്രം. ഈ അവസരത്തിൽ അവര് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ആന്റി ഹിന്ദു നിലപാടാണ്. ഹിന്ദുക്കളെ കൊല്ലുക, ഹിന്ദുക്കളെ ആക്രമിക്കുക, ഹിന്ദുക്കളുടെ വീടുകൾ തീവയ്ക്കുക, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ഹിന്ദു വസ്തുവകകൾ നശിപ്പിക്കുക, ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സാമൂഹിക ദുരവസ്ഥ ഇന്ന് പശ്ചിമ ബംഗാളിലുണ്ട്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഇതിനെല്ലാം തുറന്ന പിന്തുണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശക്തമായ രീതിയിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി നമാസിൽ വരെ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയാണ് ഈ മമതാ ബാനർജി. അപ്പോൾ അവര് ആ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കാൻ തന്റെ ഭരണകൂടത്തെയും അധികാരത്തെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ശർമിഷ്ഠ പനോളി എന്ന് പറയുന്ന 22 വയസ്സുള്ള LLB വിദ്യാർത്ഥിനി മഹാരാഷ്ട്രയിലെ പുനെയിലെ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, പ്രത്യേകിച്ച് എക്സിൽ. ഈ ശർമിഷ്ഠ പനോളി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് എക്സിൽ അവരുടേതായിട്ടുള്ള ഒരു മാറ്റർ ഇടുകയുണ്ടായി. ഈ മാറ്ററിന് മറുപടിയായി പാകിസ്ഥാനിലുള്ള ഒരു സ്ത്രീ ഒരു ചോദ്യം ഉന്നയിച്ചു. അതായത് നിരപരാധികളും നിഷ്കളങ്കരുമായ പാകിസ്ഥാനികളെ ഏകപക്ഷീയമായി യാതൊരുവിധ പ്രകോപനവും ഇല്ലാതിരുന്നപ്പോൾ ഇന്ത്യ ആക്രമിക്കുകയല്ലേ ഉണ്ടായത്? അതിനെതിരെ നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത് തികച്ചും കാപട്യമല്ലേ എന്നൊക്കെ ചോദിച്ച് പ്രകോപനകരമായ ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു കമന്റ് ഈ ശർമിഷ്ഠ പനോളിയുടെ എക്സ് ഹാൻഡിലിൽ അവരുടെ കുറിപ്പിന് താഴെയായിട്ട് ഇട്ടു. ഇത് ശർമിഷ്ഠ പനോളിയെ കോപിഷ്ഠയാക്കി. അവർ വളരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചു. നിരപരാധികളായ ഹിന്ദുക്കളെ, അതും ടൂറിസ്റ്റുകളെ മതം നോക്കി തുണി ഉരിഞ്ഞു കൊന്നത് നിങ്ങളല്ലേ? അപ്പോൾ അത് നിങ്ങളുടെ മതത്തിന്റെ നിലപാടല്ലേ? അത് നിങ്ങളുടെ ദൈവത്തിന്റെ നിർദ്ദേശമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ ശർമിഷ്ഠ പനോളി തിരിച്ചടിച്ചു. ശർമിഷ്ഠ പനോളി തിരിച്ചടിച്ച ഈ വാക്കുകളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വസാഹത്ത് ഖാൻ എന്ന് പറയുന്ന ഒരു പശ്ചിമ ബംഗാളുകാരൻ റഷ്ദി ഫൗണ്ടേഷന്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇതിനെതിരെ കേസ് കൊടുത്തു. ഈ റഷ്ദി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഫൗണ്ടേഷന്റെ ഒരു സഹസംഘടനയാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി
പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പശ്ചിമ ബംഗാൾ ഘടകം പോലെ പ്രവർത്തിക്കുന്ന റഷ്ദി ഫൗണ്ടേഷന്റെ സ്ഥാപകനായിട്ടുള്ള വസാഹത്ത് ഖാൻ, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. അദ്ദേഹം ഇതിനു മുമ്പ് പരമ്പരാഗതമായി നിരന്തരമായി ഹിന്ദു ദേവീദേവന്മാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ ഇടുന്നതിൽ കുപ്രസിദ്ധനാണ്. അതായത് കാമാഖ്യ ക്ഷേത്രത്തിൽ നടക്കുന്നത് അങ്ങേയറ്റം മ്ലേച്ഛപരമായിട്ടുള്ള ഒരു പൂജാ രീതിയാണ്, ഇത് അന്ധവിശ്വാസമാണ്, നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ കാമാഖ്യ ക്ഷേത്രത്തെ, അവിടുത്തെ ദേവിയെയും അധിക്ഷേപിച്ചുകൊണ്ട് ഈ വസാഹത്ത് ഖാൻ നിരവധി കുറിപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ശിവനെതിരായിട്ട്, കൃഷ്ണനെതിരായിട്ട്, ഹിന്ദു ദേവീദേവന്മാരെ ഒക്കെ അശ്ലീലം പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് തെറി പറയുന്ന ഒരു ശൈലിയാണ് വസാഹത്ത് ഖാന് ഉള്ളത്. ഈ വസാഹത്ത് ഖാനാണ് ഈ ശർമിള പനോളിക്കെതിരെ കേസ് കൊടുത്തത്. അപ്പോൾ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത്, അതായത് 299, 352, 353/1C, 196(1) ഈ വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ വസാഹത്ത് ഖാന്റെ പരാതിയിന്മേൽ പശ്ചിമ ബംഗാൾ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ പഠിച്ചുകൊണ്ടിരുന്ന ശർമിഷ്ഠ പനോളിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പശ്ചിമ ബംഗാളിലെ പോലീസ് രാജ്യവ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഏറ്റവും അവസാനം 1500 കിലോമീറ്റർ ദൂരെ ഹരിയാനയിൽ വെച്ച് ഈ ശർമിഷ്ഠ പനോളിയെ അറസ്റ്റ് ചെയ്ത് പശ്ചിമ ബംഗാളിൽ കൊണ്ടുവരികയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇതോടുകൂടി ലോകമെമ്പാടും ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായി. ഡച്ച് പാർലമെന്റിലെ MP ആയിട്ടുള്ള ഗിയർട്ട് വൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇന്ത്യയിൽ ഇതൊക്കെ ഇപ്പോഴും സംഭവിക്കുകയാണോ, ഇന്ത്യയെ അനുകൂലിച്ച കുട്ടിയെ എന്തിനാണ് ഇന്ത്യ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഇതോടുകൂടി ഈ വിഷയം ആഗോളതലത്തിൽ വലിയ ചർച്ചയായി. ഈ ചർച്ച നടക്കുമ്പോൾ പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന മറ്റു ചില സംഭവങ്ങൾ പലരും ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ MP ആയ മഹുവ മൊയ്ത്രയ്ക്കെതിരെ ധാരാളം കേസുകളുണ്ട്, FIR ഉണ്ട്, പക്ഷെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ മറ്റൊരു MP ആയ സയോണി ഘോഷ്, അദ്ദേഹം ഭഗവാൻ ശിവനെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസുണ്ട്, അദ്ദേഹത്തിനെതിരെ FIR ഉണ്ട്, പക്ഷേ അറസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗ്രാമവികസന മന്ത്രിയായിട്ടുള്ള ഫിർഹാദ് ഹക്കീം, അദ്ദേഹത്തിനെതിരെ ഇതുപോലെ അപകീർത്തി കേസുണ്ട്. BJP നേതാവായിട്ടുള്ള രേഖാ പത്രക്കെതിരെ വളരെ മോശമായ തെറി പരാമർശങ്ങൾ, അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്ന പേരിൽ കേസുണ്ട്, FIR ഉണ്ട്, പക്ഷെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഹിന്ദുക്കൾ മാത്രമാണ് എന്നുള്ള ഒരു നിലപാട്, അതാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വസാഹത്ത് ഖാൻ ഇന്ത്യ വിരുദ്ധനാണ്, ഹിന്ദു വിരുദ്ധനാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള, അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള, ജുഗുപ്സാവഹമായ അശ്ലീല പരാമർശങ്ങൾ ഹിന്ദു ദേവീദേവന്മാർക്കെതിരെ നടത്തിയിട്ടുണ്ട് വസാഹത്ത് ഖാൻ. ഈ വസാഹത്ത് ഖാനെതിരെ നിരവധി കേസുകളുണ്ട്, FIR ഉണ്ട്, പക്ഷെ വസാഹത്ത് ഖാനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പച്ചയായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രീണനമാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ കയ്യിലിരിക്കുന്ന ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വേട്ട നടത്തുന്ന, അങ്ങനെ വേട്ട നടത്തി ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന, അങ്ങനെ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നത് കൊണ്ട് മുസ്ലിം തീവ്രവാദികളുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു ശൈലിയാണ് ഇവിടെ മമതാ ബാനർജി സ്വീകരിക്കുന്നത്. പക്ഷെ ഫലത്തിൽ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റിന്റെ യുദ്ധവിജയത്തെ പ്രശംസിച്ച ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറെ ഇന്ത്യയിലെ ജയിലിലിട്ടിരിക്കുന്നു എന്നാണ് വിദേശത്ത് അറിയുന്നത്. വിദേശത്ത് ഉള്ളവർക്ക് ഈ ജയില്, അതുപോലെ പോലീസ്, ഇതൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലാണെന്നും ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങൾ ഉണ്ടെന്നൊന്നും വിദേശത്തുള്ളവർക്ക് അറിയേണ്ട കാര്യമില്ല. അവര് നോക്കുമ്പം ഇന്ത്യ യുദ്ധത്തിൽ വിജയിച്ചു, അതിനെ അവിടുത്തെ ഒരു വിദ്യാർത്ഥിനി പ്രശംസിച്ചു, പ്രശംസിച്ച വിദ്യാർത്ഥിനിയെ ഇന്ത്യ തന്നെ പിടിച്ച് ജയിലിലിട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു പൊരുത്തക്കേടാണ്, എത്ര നാണക്കേടാണ് ഈ രാജ്യത്തിന് വരുന്നത്. അപ്പോ അഭിമാനകരമായി നമ്മൾ നേടിയ ഒരു നേട്ടത്തെ അഭിമാനകരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് ഇട്ട ഒരു കുട്ടിയെ അതേ ഇന്ത്യ ഗവൺമെന്റ് തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക എന്നുള്ള വിരോധാഭാസമാണ് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവും. സത്യത്തിൽ ഇവിടെ സംഭവിച്ചെന്താണ്?
ഇത് വർഗീയ പ്രീണനത്തിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് അവർ അധികാരത്തിലുള്ള പശ്ചിമ ബംഗാളിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അങ്ങേയറ്റം കിരാതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ മിണ്ടാതിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ വിഷയം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുമ്പോൾ കേരളത്തിൽ മെഴുകുതിരി പ്രകടനങ്ങൾ, പ്രതിഷേധ ജാഥകൾ, സാംസ്കാരിക സാഹിത്യ നായകന്മാരുടെ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളെല്ലാം ഹാലിളകിയതുപോലെ ആഴ്ചകളോളം അത് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ ശർമ്മിഷ്ഠ പനോളിയുടെ കാര്യത്തിൽ ഇവരാരും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, മിണ്ടില്ല എന്നുള്ള നയം സ്വീകരിക്കുക. കാരണം ഇത് ഇന്ത്യക്ക് അനുകൂലമാണ്. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ മലയാളി മാധ്യമങ്ങൾ തൊട്ട് നോക്കുകയില്ല. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ളതിനെ ആഘോഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഘോഷിക്കുന്നവർ ഹിന്ദുവിനെ മാത്രം അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന ഈ ഒരു ജുഗുപ്സാവഹമായ അപകടകരമായ പരിപാടി അത് മിണ്ടില്ല. ഇത് തികച്ചും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും ശർമ്മിഷ്ഠ പനോളിക്ക് അനുകൂലമായി ലക്ഷക്കണക്കിന് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്, പരസ്യമായി രംഗത്ത് വരുന്നുണ്ട്. ഒരു വലിയ മാറ്റം ഇനിയെങ്കിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കകത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൗരനായിരുന്നു കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുക, അതേ കുറ്റത്താൽ ഇന്ത്യക്കകത്തെ ജയിലിൽ കഴിയേണ്ടി വരിക. വിദേശ രാജ്യങ്ങളിലുള്ളവർ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. ഇന്ത്യയിൽ ഒട്ടനേകം സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾക്ക് കീഴിൽ പോലീസ് ഉണ്ട്. ആ പോലീസ് എടുക്കുന്ന നടപടിയാണ് എന്നുള്ളതൊന്നും വിദേശ രാജ്യങ്ങളിലുള്ളവർ അറിയുന്നില്ല എന്നതാണ് ഖേദകരം. ഒപ്പം ഇത്തരത്തിലൊരു നടപടി ഇന്ത്യയിൽ നിന്ന് വരുന്നു എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തയാവുന്നതും ഇന്ത്യക്ക് സൃഷ്ടിക്കുന്നത് വലിയ നാണക്കേടാണ്. കാരണം ഇന്ത്യയെ അനുകൂലിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെയാണ് മമതാ ബാനർജി ഗവൺമെന്റിന്റെ ഇത്തരമൊരു നീക്കമെന്നതും ശ്രദ്ധേയം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.